2011 ശബരിമലയിലെ കൊടിമരത്തിന് പെയിന്റ് അടിച്ചതും സ്പോൺസറെ കണ്ടെത്തിയിട്ടാണ്. ചെന്നൈയിലെ വ്യവസായിയാണ് കൊടിമരം പെയിന്റിങ്ങിന് പണം നൽകിയത്. തന്ത്രിയോ ദേവസ്വം ബോർഡോ അറിയാതെയുള്ള ഈ ഗുരുതര നീക്കം അന്ന് തന്നെ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ട് പൂർണ്ണമായും അവഗണിച്ച് അധികൃതർ അന്ന് സ്പോൺസർമാരെ ഉപയോഗിച്ചുള്ള നിർമ്മാണ നവീകരണ പ്രവർത്തനം തടഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വിവാദവും ഉണ്ടാകുമായിരുന്നില്ല. ശബരിമലയിലെ കൊടിമരത്തിൽ പെയിന്റ് അടിച്ചതുമായി ബന്ധപ്പെട്ട് അന്ന് അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടാണിത്. ചെന്നൈയിലെ ഒരു വ്യവസായിയുടെ ചിലവിലായിരുന്നു കൊടിമരച്ചോട്ടിലെ പഞ്ചവർഗത്തറയിലും പീഠത്തിലും അഷ്ടദിക്പാലക പ്രതിഷ്ഠകളിലും സ്വർണ്ണ നിറമുള്ള പെയിന്റ് സ്പ്രേ ചെയ്തത്. ദേവസ്വം ബോർഡോ തന്ത്രിയോ അറിയാതെ സ്പോൺസർമാരെ കണ്ടെത്തി പെയിന്റ് ചെയ്യിപ്പിച്ചത് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സതീഷും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ രാജനും ചേർന്നായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പും ഭഗവാനോടുള്ള വിശ്വാസത്തെ കച്ചവടവൽക്കരിച്ച് സ്പോൺസർമാർ വഴി ശബരിമലയിലെ നിർമ്മാണ നവീകരണ ജോലികൾ നടത്തിയിരുന്നുവെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. ഈ സംഭവം കണ്ടെത്തി കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. സ്പോൺസർഷിപ്പിൽ മുൻകരുതൽ വേണമെന്ന നിർദ്ദേശവും പാലിച്ചിട്ടില്ല. കേവലം ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ ഉന്നതരടക്കമുള്ള ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് ഈ റിപ്പോർട്ടുകൾ അവഗണിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അന്ന് ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്നു കാണുന്ന വിവാദമൊന്നും ഉണ്ടാകില്ലായിരുന്നു. ശബരിമല പോലുള്ള മഹാക്ഷേത്രത്തിന് കളങ്കമാവുന്ന പ്രവർത്തനങ്ങളിലേക്കൊന്നും എത്തുകയും ഇല്ലായിരുന്നു. ജനം, കൊച്ചി.